ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുഡ് യൂസ് ചെയ്തുള്ള കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെൻറ്റൻസ് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിങ് എന്താണ് ഞാൻ എഴുതാൻ പോവാണ് കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ എന്താ അപ്പോൾ ഇതിലൊരു മെയിൻ സംഭവം എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ കുഡ് വെച്ച് യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ് പഠിക്കാൻ പോണത്. അപ്പോൾ ഇവ കഴിയുമായിരുന്നു, കഴിയും, കുഡിൻ്റെ മീനിങ് എന്താ, കഴിയും. അപ്പം എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. I could swim when I was 5 years old. I could swim when I was 5 years old. അപ്പോൾ ഇവിടെ എന്താ, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കുഡ് യൂസുള്ള സെൻറ്റൻസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം എനിക്ക് കഴിയും. I could swim when I was 5 years old. എനിക്ക് കഴിയുമായിരുന്നു. അപ്പം ഇത് പാസ്റ്റ് ടെൻസ്, 5 വയസ്സുള്ള കാര്യമാണ് പറയണത്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ കുഡ് വെച്ച് യൂസ് ചെയ്തുള്ള സെൻറ്റൻസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് നോക്കാം എന്താണെന്ന്. സെക്കൻഡ് പോയിന്റ്, അവൾക്ക് 3 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അവൾക്ക് 3 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. അവൾക്ക് എന്ന് നമ്മൾ എന്താ, ഷീ കുഡ്. ഇതിവിടെ ഉണ്ടല്ലോ കഴിയും എന്ന് പറഞ്ഞാൽ കുഡ്. അവൾക്ക് കഴിയും. ഷീ കുഡ് സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ, സ്പീക്ക്. ഷീ കുഡ് സ്പീക്ക് 3 ഭാഷകൾ, 3 ഭാഷകളുടെ എന്താ, ലാംഗ്വേജസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഭാഷയ്ക്ക് ഷീ കുഡ് സ്പീക്ക് 3, അല്ലെങ്കിൽ ഞാൻ ന്യൂമറിക് എഴുതി. ഷീ കുഡ് സ്പീക്ക് 3 ലാംഗ്വേജസ്. fluently. അപ്പോൾ അവൾക്ക് 3 ഭാഷകൾ സംസാരിക്കാൻ കഴിയും. ഷീ കുഡ് സ്പീക്ക് 3 ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റിൽ നോക്കാം. ഇന്ന് വൈകുന്നേരം നമുക്ക് പാർക്കിൽ പോകാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് പാർക്കിൽ കാണാൻ കഴിയുന്നുണ്ടോ, ഇന്ന് വൈകുന്നേരം നമുക്ക് പാർക്കിൽ പോകാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഞാൻ എഴുതാൻ പോവുകയാണ്. ഇവിടെ എന്താ ഞാൻ വി എഴുതാൻ കാരണം, നമുക്കുള്ളത് വെച്ചാൽ ഇവിടെ ഐ അല്ല, ഇവിടെ ഞാൻ നല്ല ഉദ്ദേശിക്കുന്നത് നമുക്കെന്ന് പറയുന്നുണ്ടാണ് ഞാൻ ഇവിടെ വി എഴുതിയത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് പാർക്കിൽ പോകാമെന്നല്ല പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കുഡ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് വി കുഡ് പോകാം. വി കുഡ് ഗോ, പോകാണ്ട എന്താ, ഗോ. വി കുഡ് ഗോ to the
ദ പാർക്ക് ഇന്ന്. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇന്നെന്ന് പറഞ്ഞാൽ ദിസ് ഈവനിങ്. അപ്പോൾ വി കുഡ് ഗോ ടു ദ പാർക്ക് ദിസ് ഈവനിങ്. മനസ്സിലായല്ലോ? ഇതും കുഡ് വെച്ച് ഉള്ളൊരു സെൻറ്റൻസാണ്. വി കുഡ്, നമുക്ക് പോകാം. വി കുഡ് ഗോ ടു ദ പാർക്ക് ദിസ് ഈവനിങ്. അപ്പം നെക്സ്റ്റ് 4th പോയിന്റ്. ഇന്ന് വൈകി മഴ പെയ്തേക്കാം. ഇന്ന് വൈകി മഴ പെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഇന്ന് വൈകി മഴ പെയ്തേക്കാം. മഴയുടെ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? റെയിൻ. പിന്നെ മീനിങ് പറഞ്ഞാൽ ഞാൻ വരുന്ന പോലെ it could rain. വൈകി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ട? ലേറ്റർ. ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ. ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ ടുഡേ. ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ ടുഡേ. ഇന്ന് വൈകി മഴ പെയ്തേക്കാം. ഇനി നെക്സ്റ്റ് പോയിന്റ്. അടുത്ത സെൻറ്റൻസ് എഴുതാൻ പോവാണ്. ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരൻ അവനാകാം. ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരൻ അവനാകാം. അപ്പം ഇവിടെയും എന്താ? നമ്മൾ കുട്ടി ചേർത്തിട്ട് എഴുതാൻ പോവാണ്. അപ്പം ഞാൻ എഴുതാൻ പോവാണ് ഹീ. ഇപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരൻ അവനാകാം. അവനാകാം എന്നുള്ള ആളെ ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹീ യൂസ് ചെയ്തത്. ഹീ കുഡ് ഇവിടെ പറയുന്നത് അവനാകാം. അപ്പം ആകാം, അവനാണെന്നല്ല പറയുന്നത്, അവനാകാമാണ് പറയണത്. അപ്പം ഹീ കുഡ് ഇവിടെ ബി യൂസ് ചെയ്യണം. ഹീ കുഡ് ബി. കാര്യം ഇവിടെ അവനാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവനാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹീ കുഡ് ബി the best, മികച്ച. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? മികച്ച. ഹി കുഡ് ബി ദ ബെസ്റ്റ് പ്ലെയർ ഓൺ ദ ടീം. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്. എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ എന്നെ സഹായിക്കുമോ? എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ എന്നെ സഹായിക്കുമോ? ഇതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളിത് ഞാൻ മീനിങ് എഴുതാൻ പോവാണ്. ഹോംവർക്കിൻ്റെ മലയാളം എന്താ? ഗൃഹപാഠം. ഞാനത് ഇങ്ങനെ തന്നെ എഴുതി കേട്ടോ. അപ്പം could you, ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇത് റിക്വസ്റ്റ് ഫോമിലാണ് ചോദിക്കുന്നത്. സഹായിക്കുമോ? അപ്പോൾ could you please എന്ന് ചേർക്കുന്നത് നമ്മളിവിടെ. could you please help. സഹായിക്കുമോ? സഹായത്തിൻ്റെ മീനിങ് എന്താ മലയാളത്തിൽ? ഹെൽപ്പ്. could you please help me with
with my homework? Could you please help me with my homework? എൻ്റെ ഹോംവർക്ക് ചെയ്യാൻ എന്നെ സഹായിക്കുമോ? അപ്പോൾ ഇവിടെ എന്താ, നമ്മളിവിടെ കുഡ് യൂസ് ചെയ്തു, കുഡ് വെച്ചുള്ള സെൻറ്റൻസ് ആണ് കുഡ് യൂസ് ചെയ്തു. പിന്നെ പ്ലീസ് ഇവിടെ എന്താ, സഹായിക്കുമോ, റിക്വസ്റ്റ് ഫോമാണ്. ഇപ്പോൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് യൂസ് ചെയ്തു. ഹെൽപ്പ് മീ വിത്ത് ദ ഹോംവർക്ക്. നെക്സ്റ്റ് പോയിൻറ്റ്, നിങ്ങൾ ആ ജനൽ തുറക്കാമോ? ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ജനൽ തുറക്കാമോ? could you ഇത് നമ്മളല്ല ക്വസ്റ്റ്യനായിട്ട് ചോദിക്കണം. നിങ്ങൾ ആ ജനൽ തുറക്കാമോ? ഇത് ജായ കേട്ടോ, ജാ. അപ്പോൾ കുഡ് യു തുറക്കുകയുടെ ഇംഗ്ലീഷിൽ എന്താ തുറക്കുകയൊക്കെ പറഞ്ഞാൽ ഓപ്പൺ. കുഡ് യു ഓപ്പൺ ആ ജനൽ എന്നാണ് ഇവിടെ പറയുന്നത്. ആ ജനൽ, ഈ ജനൽ ആണെങ്കിൽ നിങ്ങൾ ഈ ജനൽ തുറക്കാമോ, ദിസ് ഇവിടെ യൂസ് ചെയ്യായിരുന്നു. ആ ജനലായതുകൊണ്ട് ദാറ്റ്. കുഡ് യു ഓപ്പൺ ദാറ്റ് വിൻഡോ? കുഡ് യു ഓപ്പൺ ദാറ്റ് വിൻഡോ? ഇത് ഹോംവർക്കാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തു. അപ്പോൾ ഇനി ഇതെന്താ, അപ്പം കുഡ് യു ഓപ്പൺ ദാറ്റ് വിൻഡോ, നിങ്ങൾ ആ ജനൽ തുറക്കാമോ? ഈ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, കുഡ് ചേർത്തിട്ട്. എനിക്ക് ചോദ്യം മനസ്സിലായിട്ടില്ല. എനിക്കെന്ന് പറയുമ്പോൾ ഐ could not, മനസ്സിലായില്ല. അപ്പം ഇവിടെ നോട്ട് യൂസ് ചെയ്യണത്, മനസ്സിലായില്ല. I could not understand the question. Question എന്ന് വെച്ചാൽ എന്താ, ചോദ്യം. I could not understand the question. Next point, അവർ, ഇത് അവറിന് പകരം അവളായി. ശരി, അവൾ കൂടുതൽ ശ്രമിച്ചിരുന്നെങ്കിൽ, അവൾ കൂടുതൽ ശ്രമിച്ചിരുന്നെങ്കിൽ അവൾക്ക് മത്സരം ജയിക്കാമായിരുന്നു. അവൾ കൂടുതൽ ശ്രമിച്ചിരുന്നെങ്കിൽ അവൾക്ക് മത്സരം ജയിക്കാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, കുഡ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാം. കുഡ് വെച്ചിട്ട് യൂസ് ചെയ്ത് പറയണം എങ്ങനെയാണ്. അവൾ എന്ന് വെച്ചാൽ ഷീ, അവൾ എന്ന് വെച്ചാൽ ഷീ could have won the match. She could have won the match. If she could have won the match if she
if she tried harder. She could have ജയിക്കാമായിരുന്നു. ഷീ കുഡ് ഹാവ് അവൾ ജയിക്കുമായിരുന്നു. ഇഫ് ഷീ കുഡ് ഹാവ് ഇഫ് ഷീ ട്രൈഡ് ഹാർഡർ അവൾ നല്ല ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നെങ്കിൽ, അവൾ കൂടുതൽ ശ്രമിച്ചിരുന്നെങ്കിൽ അവൾക്ക് മത്സരം ജയിക്കാമായിരുന്നു. ഷീ കുഡ് ഹാവ് വോൺ ദ മാച്ച് ഇഫ് ഷീ ട്രൈഡ് ഹാർഡർ. കുഡ് ഹാവ് വോൺ ദ മാച്ച്. കുഡ് ഹാവ് വോൺ ദ മാച്ച് ഇഫ് ഷീ കുഡ് ട്രൈ ഹാർഡർ. ഇവിടെ ഈഫ് യൂസ് ചെയ്യണം. ഈഫ് ഒരു കണക്റ്റീവ് സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് ഷീ ട്രൈഡ് ഹാർഡർ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നു. നിങ്ങൾക്ക് യു could have told. പറയുക told. You could have told. നിങ്ങൾക്ക് നേരത്തെ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? നേരത്തെ early. You could have told earlier. നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് ഇന്നലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് ഇന്നലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെ എഴുതണ്ടേന്ന്. അവൾക്ക് ഷീ could not പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതാണ് നോട്ട് യൂസ് ചെയ്തത്. ഷീ കുഡ് നോട്ട് അറ്റൻഡ്. പങ്കെടുക്കുക അറ്റൻഡ്. ഷീ കുഡ് നോട്ട് അറ്റൻഡ് മീറ്റിംഗ്. ഇന്നലെയുടെ ഇംഗ്ലീഷ് എന്താ? യെസ്റ്റർഡേ. She could not attend the meeting yesterday. Next point. ഇത് നിങ്ങൾക്ക് ഒരു മികച്ച അവസരം നിങ്ങൾക്കൊരു മികച്ച അവസരമായിരിക്കും. ഇത് നിങ്ങൾക്കൊരു മികച്ച അവസരമായിരിക്കും. അപ്പം നമുക്കിതിൽ ഇംഗ്ലീഷിലോട്ട് എങ്ങനെ എഴുതാം? ഇതെന്ന് പറയുന്നത് this could യൂസ് ചെയ്യുക. this could be. ഇത് നമ്മൾ ആയിരിക്കാം എങ്ങനെ പറയുന്നുണ്ട്? ബി യൂസ് ചെയ്യണം. this could be a great അവസരത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഓപ്പർച്യൂണിറ്റി. ദിസ് കുഡ് ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ദിസ് കുഡ് ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഇത് ഗ്രേറ്റ് ആണ്, മികച്ചത്. ഗ്രേറ്റ് എന്ന് ഞാൻ പറയാൻ പറഞ്ഞു. ഗ്രേറ്റ് മികച്ചത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവസരം. ദിസ് കുഡ് ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, നാളെ
ആകുമ്പോഴേക്കും എനിക്ക് ജോലി പൂർത്തിയാക്കാൻ കഴിയും. നാളെ ആകുമ്പോഴേക്കും എനിക്ക് ജോലി പൂർത്തിയാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ മലയാളം അത് ഇംഗ്ലീഷ് എന്തായാലും നമുക്ക് നോക്കാം. I could finish കഴിയുക, പൂർത്തിയാക്കാൻ കഴിയുക. അപ്പോൾ ആ കഴിയുക ഉള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫിനിഷ്. I could finish the work by tomorrow. I could finish the work tomorrow. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് നാളെ ആകുമ്പോഴേക്കും എനിക്ക് ജോലി പൂർത്തിയാക്കാൻ കഴിയും. നാളെ ആകുമ്പോഴേക്കും എനിക്ക് I could finish the work by tomorrow. I could finish the work by tomorrow. I could finish the work by tomorrow. Next point നോക്കാം. Next point. ഇന്ന് രാത്രി നമുക്ക് ഒരു സിനിമ കാണാം. ഇന്ന് രാത്രി നമുക്കൊരു സിനിമ കാണാം. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നെന്ന് നോക്കാം. നമുക്കെന്നുള്ളതാണ് we could watch കാണുക, മൂവി കാണുക. വാച്ച്, we could watch a movie. We could watch a movie tonight. ഇന്ന് രാത്രി. But tonight we could watch a movie tonight. Next point. എനിക്ക് ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് മാറണേ? എനിക്ക് I could never, ഒരിക്കലും കഴിയില്ല, അതിന് പറയണതാണ് never. I could never മറക്കുക, forget. I could never മറക്കുക, forget. I could never forget that day. I could never forget that day. Next point. ചെറുപ്പത്തിൽ അവന് വളരെ വേഗം ഓടാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ചെറുപ്പത്തിൽ അവന് വളരെ വേഗം ഓടാൻ കഴിയുമായിരുന്നു. He could run. ഓടുകയുടെ ഇംഗ്ലീഷ് വേർഡ് run. He could run. വളരെ വേഗം എന്ന് പറഞ്ഞാൽ very fast. She could run very fast. എപ്പോഴാ? ചെറുപ്പത്തിൽ. when he was young. When he was
when he was young. അപ്പം he could run very fast when he was young. യങ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ. he could run very fast when he was young. Next point. അവൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ ഇംഗ്ലീഷിലോട്ട് നമുക്ക് നോക്കാം. ഷീ could not കഴിഞ്ഞില്ല. could not എന്താ ചിരിയുടെ ഇംഗ്ലീഷ് എന്താ laugh. she could not stop നിർത്തുക. she could not stop നിർത്തുക. laugh. she could not stop laugh എന്ന് പറഞ്ഞാൽ എന്താ ചിരിക്കുക. she could not stop laughing. അവൾക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല. she could not stop laughing. Next point. നിങ്ങൾക്ക് മറ്റൊരു രീതി പരീക്ഷിക്കാം. നിങ്ങൾക്ക് മറ്റൊരു രീതി പരീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? നിങ്ങൾക്ക് you could try മറ്റൊരു different. you could try a different രീതി എന്ന method. you could try a different method. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. നമുക്ക് ബസ്സിന് പകരം ടാക്സിയിൽ പോകാം. അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് എന്ന് പറഞ്ഞാൽ we could നമുക്ക് ബസ്സിന് പകരം ടാക്സിയിൽ പോകാം. we could go to taxi. പകരത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? instead. we could go to taxi instead of എന്തിന് പറയട്ടെ bus. we could go to taxi instead of bus. The next point. Traffic കാരണം അവൻ വൈകിയേക്കാം. ഇതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. ഈ ട്രാഫിക് കാരണം അവൻ വൈകിയേക്കാം. he could. ഇവിടെ നമുക്ക് ഇവിടെ ബി യൂസ് ചെയ്യണം. കാര്യം വൈകിയേക്കാം നമ്മളിങ്ങനെ ജസ്റ്റ് കൺഫേം ആയിട്ട് പറയല്ല, ഇങ്ങനെ ജസ്റ്റ് ഉദ്ദേശിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ he could be late. വൈകിയുടെ മീനിങ് എന്താ? ഈ വൈകിയുടെ ഇംഗ്ലീഷിൽ പറയണ ലേറ്റ്. he could be late. എന്തുകൊണ്ടാണ് he could be late? because of എന്തെന്നാൽ because of he could be late because of traffic. അപ്പം
ഹി കുഡ് ബി ലേറ്റ് ബിക്കോസ് ഓഫ് ട്രാഫിക്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കുഡ് ചേർത്തുള്ള കുറച്ച് സെൻറ്റൻസുകൾ പഠിച്ചു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വേറെ കുറച്ച് സെൻറ്റൻസുമായിട്ട് വരാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, സീ യു അഗൈൻ.